ഹായ് ഹലോ, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രത്തിലോട്ട് നമ്മളൊരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി വളരെ 2-3 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് കലക്കിയെടുക്കണം. ദോശമാവിൻ്റെ പരുവത്തിലാണ് ഈ ഒരു മാവ് ഇരിക്കേണ്ടത് കേട്ടോ. ആ രീതിയിലൊന്ന് നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പലഹാരം സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ആദ്യം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഇഡ്ഡലി ചെമ്പ് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇഡ്ഡലി തട്ട് കമിഴ്ത്തി വെച്ചതാ ഇതുപോലൊരു പാത്രം എടുക്കണം കേട്ടോ. സൈഡൊക്കെ നല്ല പോലെ ഉള്ളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെയ്യ് തന്നെ വേണമെന്നില്ല, നമ്മൾ കയ്യിലുള്ള ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാത്രം സ്റ്റീം ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി എടുത്തിട്ട് വേണം നമ്മൾ ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 അച്ച് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഒന്ന് മെൽറ്റായി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ കുറച്ച് ഇതിൽ നമ്മൾ കലക്കിയെടുത്തതിൻ്റെ പകുതി മാവ് ഒന്ന് കോരി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പാത്രത്തിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. എവിടെയും ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒന്ന് പരത്തി ഒരേ ലെവലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റി വെക്കണം കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട, ഓവർ കുക്ക് ആവാൻ പാടില്ല. കുറച്ച് അതങ്ങോട്ട് കുക്കായി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കര തേങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് ബാലൻസായി വരുന്ന സമയത്ത് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അപ്പത്തിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ലെയർ പോലെ എല്ലായിടത്തും ഫില്ല് ചെയ്ത് സൈഡിലോട്ട് അധികം ഒന്ന് ആക്കി കൊടുക്കേണ്ട. സൈഡിലോട്ട് ആക്കി കൊടുക്കുമ്പോൾ അത് ഒന്ന് ശർക്കര കൂടുതൽ മെൽറ്റ് ചെയ്ത് അതൊന്ന് ഒലിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ കൂടുതൽ സൈഡിലോട്ട് ആക്കി കൊടുക്കാതെ സൈഡ് കുറച്ച് മാറിയിട്ട് നന്നായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ലെയർ പോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ മുകളിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടുത്ത സ്റ്റെപ്പ് പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വരത്തക്ക രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ആവി കയറ്റി എടുക്കണം. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മളൊന്ന് തൊട്ട് നോക്കുക ജസ്റ്റ്, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ ആ സമയം ഒന്ന് മാറ്റി വയ്ക്കുക. ആ സമയത്ത് തന്നെ പ്ലേറ്റിൽ നിന്ന് മാറ്റരുത്. കുറച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മാറ്റിയാൽ മതി. ഇല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ, അരിപ്പൊടി കൂടുതലായതുകൊണ്ട് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഇലയടക്ക് പകരമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇല തപ്പിപ്പോവണ്ട, അതുപോലെ വാട്ടി കൈ കുഴക്കണ്ട, ഇങ്ങനെയൊന്നും ചെയ്യണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അട കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.